നമസ്കാരം. VHSC വിഭാഗത്തിന്റെ ഈ വിദ്യാലയത്തിലേക്ക് എല്ലാ കൊമേഴ്സ് വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? അക്കൗണ്ടൻസിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഈ വർഷം പ്രധാനമായിട്ടും 2 തരം ബിസിനസ് സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിംഗ് പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, രണ്ടാമത്തേത് അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ്. അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ്. അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് നമുക്ക് 4 ചാപ്റ്ററിലാണ് പഠിക്കാനുള്ളത്. ബേസിക് കോൺസെപ്റ്റ്സ്, പാർട്ണർഷിപ്പിന്റെ അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഒരു പുതിയ പങ്കാളി ബിസിനസ് സ്ഥാപനത്തിലേക്ക് അഡ്മിറ്റ് ആകുമ്പോഴേക്കും എങ്ങനെയൊക്കെ നമുക്ക് അക്കൗണ്ട്സ് തയ്യാറാക്കണം, അതിന്റെ രീതികൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദെൻ ഒരു ബിസിനസ് സ്ഥാപനം, പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുകയോ ഒരു പാർട്ണർ ഡെത്ത് മരിക്കുകയോ ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള അക്കൗണ്ട്സ് നമുക്ക് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് കണക്ക് സെറ്റിൽ ചെയ്യേണ്ടത് കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, ബിസിനസ് സ്ഥാപനം പിരിച്ചുവിടുകയോ ബിസിനസ് സ്ഥാപനം അടച്ചിടുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടതെന്നാണ് നമുക്ക് ഈ വർഷം മുഴുവനായി നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അതിൽ നമ്മൾ പഠിക്കാൻ പോണത് അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ്. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്ഥാപനത്തിന്റെ അക്കൗണ്ട്സ് പ്രിപ്പറേഷനുമായി സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. എന്താണ് പാർട്ണർഷിപ്പ്? കഴിഞ്ഞ വർഷം ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ പ്രധാനമായിട്ടും 5 തരം പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്നാമത്തേത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്, ഏകാംഗ ബിസിനസ് സ്ഥാപനം. രണ്ടാമത്തേത് പാർട്ണർഷിപ്പ് ബിസിനസ്, പങ്കാളിത്ത ബിസിനസ് സ്ഥാപനം. മൂന്നാമത്തേത് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, കൂട്ടുകുടുംബ ബിസിനസ് സ്ഥാപനം. നാലാമത്തേത് കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ. അഞ്ചാമത്തേത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഈ 5 തരം ബിസിനസ് സ്ഥാപനങ്ങളുടെ ഫീച്ചേഴ്സ്, അവയുടെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എല്ലാം തന്നെ നിങ്ങൾ കഴിഞ്ഞ വർഷം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മൾ പഠിക്കാൻ പോണത് എന്താണ് പാർട്ണർഷിപ്പ്, പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അവയുടെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്ഥാപനത്തിൽ ഏതൊക്കെ രീതിയിലുള്ള അക്കൗണ്ട്സ് തയ്യാറാക്കേണ്ടി വരുന്നു എന്നതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്താണ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പങ്കാളിത്ത ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിന് അവ എങ്ങനെയായിരിക്കണം, അവ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, ആ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു നിയമം നമുക്കുണ്ട്. ആ നിയമം ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. 1932 നമ്മുടെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് പാർട്ണർഷിപ്പ് ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം തന്നെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഈ ആക്ട് പ്രകാരം ഇതിലെ സെക്ഷൻ 4 പ്രകാരം 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം എന്താണ് പാർട്ണർഷിപ്പ് എന്ന് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. പാർട്ണർഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ 2 or more persons. എന്താണ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? പാർട്ണർഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ 2 or more persons who have agreed to share profits or losses of a business carried on by all or any of them acting for all.
ഇതാണ് പാർട്ണർഷിപ്പിനെ കുറിച്ച് പാർട്ണർഷിപ്പ് ആക്ട് ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് നമുക്ക് നോക്കാം. പാർട്ണർഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ. രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിനെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അവരെന്ത് സമ്മതിക്കുന്നു, അവര് എഗ്രി ചെയ്യുകയാണ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസസ് ഓഫ് എ ബിസിനസ്. അവർ നടത്താൻ പോകുന്ന ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം അവ വീതം വെച്ച് കൊള്ളാമെന്ന് അവര് സമ്മതിക്കുന്നു. ആൻഡ് ആ ബിസിനസ് എങ്ങനെയായിരിക്കണം, അവർ നടത്താൻ പോകുന്ന ബിസിനസ് carried on by all. ഒന്നുകിൽ അവരെല്ലാവരും ചേർന്ന് നടത്തുകയോ അതല്ല അവർക്ക് വേണ്ടി അവരിൽ ആരെങ്കിലും ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് പറഞ്ഞ പേരാണ് പാർട്ണർഷിപ്പ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ്. ഒറ്റയ്ക്ക് ഒരാൾ ബിസിനസ് നടത്തുന്നതിന് അത് പാർട്ണർഷിപ്പ് അല്ല. ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണിത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ ഏകാംഗ ബിസിനസ് സ്ഥാപനം. ഇവിടെ നമുക്ക് പാർട്ണർഷിപ്പ് ബിസിനസ് സ്ഥാപനം ആരംഭിക്കണമെങ്കിൽ മിനിമം 2 പേരെങ്കിലും വേണം. ആ 2ഓ അതിലധികമോ ആളുകൾ ചേർന്ന് ഒരുമിച്ച് ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ആ സ്ഥാപനത്തെ നമുക്ക് പങ്കാളിത്ത ബിസിനസ് സ്ഥാപനം എന്ന് പറയാൻ സാധിക്കും. പങ്കാളിത്ത ബിസിനസ് സ്ഥാപനത്തിനെ കുറിച്ച് പാർട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 പ്രകാരം നിർവചിക്കുന്നതാണ് പറഞ്ഞത്. പാർട്ണർഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ്, അവർ സമ്മതിക്കുകയാണ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഓഫ് എ ബിസിനസ്. ആ ബിസിനസ് എങ്ങനെയായിരിക്കണം? carried on by all or any of them acting for all. ഇനി നമുക്ക് നോക്കാം what are the features of a business. എന്താണ് ഈ ഒരു പങ്കാളിത്ത ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു നേരത്തെ, ഈ പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കണമെങ്കിൽ നമുക്ക് മിനിമം എത്ര പേരെങ്കിലും വേണം? 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 2ഓ അതിലധികമോ ആൾക്കാരുടെ ബന്ധത്തിന് പറഞ്ഞ പേരാണ് പാർട്ണർഷിപ്പ്. ഓക്കെ, നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം. ഫീച്ചേഴ്സ് ഓഫ് എ പാർട്ണർഷിപ്പ് എന്താണ്? ഇത്തരം ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രത്യേകതകൾ. ഒന്നാമത്തേത് നമ്പർ ഓഫ് മെമ്പേഴ്സ്. എത്ര അംഗങ്ങൾ വേണം? ഞാൻ പറഞ്ഞു ഒരാളല്ല, ഒരാളാണെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ആണ്. ഇവിടെ നമുക്ക് മിനിമം അംഗങ്ങൾ, മിനിമം എത്ര പേര് വേണം? 2 members are required to form a partnership business. മിനിമം നമുക്ക് 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി. പാർട്ണർഷിപ്പ് ആക്ട് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കാൻ മിനിമം നമുക്ക് 2 മെമ്പേഴ്സ് എങ്കിലും വേണം. മാക്സിമം എത്ര പേരാകാം? പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം മാക്സിമം അവർ നടത്തുന്ന ബിസിനസ് സ്ഥാപനം ബാങ്കിംഗ് ബിസിനസ് ആണെങ്കിൽ അല്ലെങ്കിൽ ധനകാര്യ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ആ പാർട്ണർഷിപ്പ് ബിസിനസ് നടത്താൻ വേണ്ടി മാക്സിമം 10 പേര് വേണം. അഥവാ മറ്റു ബിസിനസ്, ബാങ്കിംഗ് ഒഴികെയുള്ള മറ്റേത് ബിസിനസ് സ്ഥാപനം നടത്തിയാലും അവർക്ക് വേണ്ട മാക്സിമം മെമ്പേഴ്സ് അതർ ബിസിനസ്സിനാണെങ്കിൽ, മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾക്കാണെങ്കിൽ മാക്സിമം 20 മെമ്പേഴ്സ് ആവശ്യമായി വരുന്നുണ്ട്. മിനിമം എത്ര വേണം? മിനിമം നമുക്ക് 2 അംഗങ്ങളെങ്കിലും വേണം ബിസിനസ് ആരംഭിക്കാൻ. മാക്സിമം ബാങ്കിംഗ് ബിസിനസ് സ്ഥാപനമാണെങ്കിൽ 10 പേരും, അല്ല ബാങ്കിംഗ് ഒഴികെ മറ്റേത് ബിസിനസ് സ്ഥാപനമാണെങ്കിൽ മാക്സിമം നമുക്ക് 20 പേര് വേണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ കമ്പനീസ് ആക്ട് അമെന്റ്മെന്റ് പറയുന്നത് 2014 അമെന്റ്മെന്റ് ആക്ട് പറയുന്നുണ്ട് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്ഥാപനത്തിന്റെ മാക്സിമം അംഗങ്ങൾ 50 പേര് വരെ ആകാം. ഏത് പ്രകാരമാണ്? കമ്പനീസ് ആക്ട് അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 2014 അമെന്റ്മെന്റ് ആക്ട് പ്രകാരം കമ്പനീസ് ആക്ടിൽ ഒരു നിർദ്ദേശം പറയുന്നുണ്ട് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്ഥാപനത്തിൽ മിനിമം 2 പേരാണെങ്കിലും മാക്സിമം നമുക്ക് 50 പേര് വരെ ആകാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫീച്ചർ ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ്. നമ്പർ ഓഫ് മെമ്പേഴ്സ് മിനിമം 2, മാക്സിമം ബാങ്കിങ്ങിനാണെങ്കിൽ 10, അതർ ബിസിനസ്സിനാണെങ്കിൽ 20. അക്കോർഡിംഗ് ടു കമ്പനീസ് അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 50 പേര് വരെ നമുക്കാകാം. രണ്ടാമത്തെ ഫീച്ചേഴ്സ് എഗ്രിമെന്റ്. പാർട്ണർഷിപ്പ് ബിസിനസ് സ്ഥാപനത്തിന്റെ രണ്ടാമത്തെ ഫീച്ചർ പ്രത്യേകത ഒരു എഗ്രിമെന്റ്. പാർട്ണർഷിപ്പ് ഈസ് എ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more persons. പാർട്ണർഷിപ്പ് ഏതിന്റെ ഫലമായിട്ട് വന്നതാണ്? 2ഓ അതിലധികമോ ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കുന്ന കരാറിന്റെ ഫലമായി വന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ് പാർട്ണർഷിപ്പ്. ഈ എഗ്രിമെന്റ് നമുക്ക് ഓറലായിട്ടും തയ്യാറാക്കാം, റിട്ടേൺ ആയിട്ടും തയ്യാറാക്കാൻ സാധിക്കും. വാക്കാൽ പറഞ്ഞുറപ്പിച്ച കരാറാകാം, അതല്ല എഴുതി തയ്യാറാക്കിയ കരാറായി മാറ്റാം.
എപ്പോഴും നമ്മൾ ആ കരാർ എഴുതി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ആ കരാറിന് പറഞ്ഞ പേര് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഞാൻ പറഞ്ഞത് ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നത്, നിലവിൽ വരുന്നത് ആ ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പാർട്ട്ണർഷിപ്പ് ചേർന്ന് ഒരു എഗ്രിമെന്റ് തയ്യാറാക്കുന്നു. ആ എഗ്രിമെന്റ് നമുക്ക് ഓറൽ ആകാം, വാക്കാൽ പറഞ്ഞുറപ്പിക്കുന്നതാകാം, അതല്ലെങ്കിൽ എങ്ങനെയാകാം, റിട്ടേൺ എഗ്രിമെന്റും ആകാം. റിട്ടേൺ എഗ്രിമെന്റിന് പറഞ്ഞ പേര് പാർട്ട്ണർഷിപ്പ് ഡീഡ്. റിട്ടേൺ എഗ്രിമെന്റിന് പറഞ്ഞ പേര് പാർട്ട്ണർഷിപ്പ് ഡീഡ്. രണ്ടാമത്തെ ഫീച്ചർ, ഒരു ബിസിനസ് സ്ഥാപനം പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് ബിസിനസ്. എന്തിനു വേണ്ടിയാണ് ഒരു ഗ്രൂപ്പ് ആകുന്നത്, അല്ലെങ്കിൽ ഇവർ എന്തിനു വേണ്ടി ജോയിൻ ചെയ്യുന്നത്? ഫോർ ഡൂയിങ് സം ലോഫുൾ ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം പറഞ്ഞത്, ഒരു പാർട്ണർഷിപ്പ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ ഒരുമിച്ചാകുന്നുണ്ടെങ്കിൽ ഒരു ലോഫുൾ ബിസിനസ്, ആ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ നിയമങ്ങൾക്കനുസരിച്ചുള്ള ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം പാർട്ണർഷിപ്പ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ലോഫുൾ ബിസിനസ് ആരംഭിക്കണം. രണ്ടോ മൂന്നോ പേര് ഒരുമിച്ചാവുകയും അവര് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു. അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു. ആ പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി അവർ ഒരുമിച്ചാകുന്നു. അതൊരു പാർട്ണർഷിപ്പ് ബിസിനസ് അല്ല. ഈ പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ ലാഭം നേടുന്ന ലോഫുൾ ബിസിനസ്, നിയമപരമായ ഒരു ബിസിനസ് നടത്താൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ പാർട്ണർഷിപ്പ് രൂപീകരിക്കേണ്ടത്. മൂന്നെണ്ണം. ഒന്നാമത്തേത് നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്, മിനിമം മാക്സിമം. മിനിമം 2 members, മാക്സിമം 10 and 20. കമ്പനീസ് ആക്ട് പ്രകാരം നമുക്ക് എത്ര പേര് വരെ ആകാം, 50 പേര് വരെ ആകാം. ദെൻ എഗ്രിമെന്റ്, ഒരു ബിസിനസ് സ്ഥാപനം പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കണമെങ്കിൽ അവിടെ ഒരു കരാർ ഉണ്ടായിരിക്കണം. ദെൻ ബിസിനസ് ഏതിനാണ്, ഒരു ലോഫുൾ ബിസിനസ് നടത്താൻ വേണ്ടിയാവണം പാർട്ണർഷിപ്പ് ആരംഭിക്കേണ്ടത്. നാലാമത്തേത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസസ്. ഇവിടെ പറയുന്നത് ദ പ്രോഫിറ്റ് ഓർ ലോസസ് ഓഫ് എ ബിസിനസ്. ആ ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും മസ്റ്റ് ബി ഷെയർഡ് ബൈ ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സും വിഹിതം വെച്ചിരിക്കണം ഇൻ ആൻ എഗ്രീഡ് റേഷ്യോ. നേരത്തെ തയ്യാറാക്കിയ ഒരു പ്രൊപ്പോർഷൻ, ഒരു അനുപാതത്തിന് അടിസ്ഥാനമാക്കിക്കൊണ്ട് എല്ലാ പാർട്ട്നേഴ്സും ആ ബിസിനസ് സ്ഥാപനത്തിൽ ലഭിക്കുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം വിഹിതം വെച്ചെടുത്തിരിക്കണം എന്നാണ് പാർട്ണർഷിപ്പിന്റെ നാലാമത്തെ ഫീച്ചറിൽ പറയുന്നത്. നാലാമത്തെ ഫീച്ചർ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസസ്. ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും എല്ലാ പാർട്ട്നേഴ്സും നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന എഗ്രീഡ് റേഷ്യോ അനുസരിച്ച് ഓരോ പാർട്ട്നേഴ്സിനും എത്ര ഭാഗം കൊടുക്കണം, എത്രയായി വീതിക്കണം, ഓരോരുത്തർക്കും എത്ര വീതം കിട്ടുമെന്ന് നമ്മൾ എഗ്രിമെന്റ് തയ്യാറാക്കുമ്പോൾ തന്നെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. എങ്ങനെയാണ് റേഷ്യോ തയ്യാറാക്കേണ്ടത്? ഓക്കെ, അതാണ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസസ്. ദെൻ നമ്മൾ നോക്കുന്നത് അഞ്ചാമത്തെ പോയിന്റ്, മ്യൂച്വൽ ഏജൻസി. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു, ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി അവരൊരു എഗ്രിമെന്റ് തയ്യാറാക്കുന്നു. ആ ബിസിനസ് എങ്ങനെയാണ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. ഒന്നുകിൽ എല്ലാവരും നടത്തപ്പെടുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും നടത്തിപ്പോകുന്ന ബിസിനസ് ആയിരിക്കണം പാർട്ണർഷിപ്പ് ബിസിനസ്. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ അവിടുത്തെ പാർട്ട്നേഴ്സ് എല്ലാ പങ്കാളികളും ബിസിനസിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം. അഥവാ അവർക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അവരിൽ ആരെങ്കിലും ആ പ്രവർത്തനങ്ങളെ ചുമതല ഏൽപ്പിക്കണം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മ്യൂച്വൽ ഏജൻസി അതാ വന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആരെങ്കിലും ചുമതല ഏൽപ്പിച്ചാൽ, നമ്മുടെ കൂടെയുള്ള പങ്കാളികളെ ബിസിനസ് നടത്തേണ്ട ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മളും ബാധ്യസ്ഥരാകുന്നു. അതാണ് മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞത്. ബിസിനസ് നമുക്ക് എല്ലാവരും ചേർന്ന് നടത്തപ്പെടുകയോ നമ്മളിൽ ആരെങ്കിലും ഈ ബിസിനസ് പ്രവർത്തനം ഏൽപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആരെയാണോ നമ്മൾ ചുമതല ഏൽപ്പിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിൽ നമ്മളും ബാധ്യസ്ഥരായി മാറുന്നു. അതാണ് മ്യൂച്വൽ ഏജൻസി. ഈ പാർട്ണർഷിപ്പ് ബിസിനസ് സ്ഥാപനത്തിൽ നമുക്ക് പ്രിൻസിപ്പൽ എന്ന റിലേഷൻഷിപ്പ്, പ്രിൻസിപ്പൽ ഏജന്റ് എന്ന റിലേഷൻഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ബിസിനസ് സ്ഥാപനത്തിൽ പങ്കുകാരാവുന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ചേർന്ന് നടക്കുകയാണെങ്കിൽ നാം ഓരോരുത്തരും ആ ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽമാരാണ്. അഥവാ നമുക്ക് വേണ്ടി മറ്റുള്ളവർ ബിസിനസ് ചെയ്യുകയും അവരുടെ പ്രവർത്തനങ്ങൾ കാരണം നമ്മളും ബിസിനസിന്റെ ലാഭത്തിനാണെങ്കിലും നഷ്ടമാണെങ്കിലും അത് നമ്മളും ചുമതല ഏൽക്കേണ്ടി വരും. നമ്മളല്ലെങ്കിൽ നമ്മൾ ബാധ്യസ്ഥരായി മാറുകയാണെങ്കിൽ ആ ഏജൻസിനെ പറഞ്ഞ പേരാണ് മ്യൂച്വൽ ഏജൻസി.
മനസ്സിലായിരിക്കുന്ന മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ കാരണം നമ്മളും അതിന്റെ പ്രവർത്തനങ്ങളിൽ ബാധ്യസ്ഥരായി മാറുന്നു, ചുമതല ഏൽക്കേണ്ടതായി വരുന്നു. അത് പ്രോഫിറ്റ് ആണെങ്കിലും നമുക്ക് ഓക്കെയാണ്, നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ അതിൽ ബാധ്യസ്ഥരായി മാറുന്നു. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ കാരണം നമ്മളും ബാധ്യസ്ഥരായി മാറുന്നുണ്ടെങ്കിൽ ആ ഫീച്ചറിനെ പറഞ്ഞ പേരാണ് മ്യൂച്വൽ ഏജൻസി. ദെൻ ലാസ്റ്റ് വൺ, അൺലിമിറ്റഡ് ലയബിലിറ്റി. പാർട്ണർഷിപ്പ് ബിസിനസ് സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി, ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് മീൻസ് അക്ലിപ്തം. The liability of each partner in a partnership is unlimited. They are jointly and severally liable for the debts of the firm. എന്താ പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി? ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്ഥാപനത്തിന്റെ ബാധ്യത അല്ലെങ്കിൽ ഓരോ പാർട്ട്നേഴ്സിന്റെയും ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ആ ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബാധ്യതയും അവര് ഒരുമിച്ച് ചേർന്നോ ജോയിന്റ് ആയോ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടോ തീർക്കേണ്ട ഉത്തരവാദിത്തം അവർക്ക് ഉണ്ട്. ഈ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ അസറ്റ് ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ പാർട്ണർഷിപ്പ് ബിസിനസിന്റെ അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ ഡെറ്റ്സ്, ലയബിലിറ്റീസ് തീർക്കാൻ സാധിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ അസറ്റ്സ് നമുക്ക് തികയാതെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? നമ്മുടെ പേഴ്സണൽ, ഓരോ പാർട്ട്നേഴ്സിന്റെയും പേഴ്സണൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഏത് കടം തീർക്കേണ്ടതായി വരുന്നു? ബിസിനസ് സ്ഥാപനത്തിന്റെ ബാധ്യത തീർക്കേണ്ടതായി വരുന്നു. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന കടം മുഴുവനായും തീർക്കേണ്ട ഉത്തരവാദിത്വം ആ ബിസിനസ് സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സിനാണ്. സ്ഥാപനത്തിലെ അസറ്റ് തികയാതെ വരികയാണെങ്കിൽ പാർട്ട്നേഴ്സ് അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വിറ്റുകൊണ്ടും ബിസിനസ് സ്ഥാപനത്തിന്റെ കടങ്ങൾ തീർക്കേണ്ടതാണ്. ദാറ്റ് ഈസ് അൺലിമിറ്റഡ് ലയബിലിറ്റി. 6 നമുക്കുണ്ട്. എന്താണ് പാർട്ണർഷിപ്പ്? പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേഷൻ ഓഫ് 2 or more പേഴ്സൺസ്. അവരെല്ലാം ഒരുമിച്ച് ചേരുകയും ബിസിനസ് നടത്തുകയും ബിസിനസ്സിൽ ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം പങ്കുവയ്ക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന കരാറാണ് പാർട്ണർഷിപ്പ് ബിസിനസ്. ഇവിടെ നമുക്കൊരു പോയിന്റ് ഓർമ്മിക്കേണ്ടത്, ആ പാർട്ണർഷിപ്പ് ആരംഭിക്കാൻ വരുന്ന പാർട്ട്നേഴ്സിനെ കളക്റ്റീവ്ലി നോൺ ആസ്, അവർ നമ്മൾ ഒരുമിച്ച് പറഞ്ഞത് കളക്റ്റീവ്ലി വരുന്ന പാർട്ട്നേഴ്സിനെ ഒരുമിച്ച് നമ്മൾ പറയുന്നത് ഫേം എന്ന്. ഒരുമിച്ച് നമ്മൾ അവരെ ഫേം എന്ന് പറയുന്നു. ഇൻഡിവിജ്വലി ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവർ നമ്മൾ പറയുന്നത് പാർട്ട്നേഴ്സ്. എന്താ പറഞ്ഞത്? ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കാൻ വരുന്ന പാർട്ട്നേഴ്സിന് അവർ ഒരുമിച്ചാകുമ്പോഴേക്കും അത് കളക്റ്റീവ്ലി നോൺ ആസ് ഫേം ആൻഡ് ഇൻഡിവിജ്വലി നോൺ ആസ് പാർട്ട്നേഴ്സ്. എന്താണ് ഫീച്ചേഴ്സ്? നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്, മിനിമം മാക്സിമം 2, ദെൻ മാക്സിമം 10 അല്ലെങ്കിൽ 20. കമ്പനീസ് ആക്ട് പ്രകാരം എത്ര പേര് വരെ ആകാം? 50 പേര് വരെ ആകാം. ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കുന്നത് തന്നെ ഏതിന്റെ ഫലമായിട്ടാണ്? ആ ബിസിനസ് സ്ഥാപനത്തിൽ തയ്യാറാക്കുന്ന എഗ്രിമെന്റ് പ്രകാരമാണ്. എഗ്രിമെന്റ് എങ്ങനെയാകാം? ഓറൽ ആകാം, റിട്ടൺ ആകാം, വാക്കാൽ പറഞ്ഞുറപ്പിക്കുന്നതാകാം, എഴുതി തയ്യാറാക്കുന്നതുമാകാം. ദെൻ മൂന്നാമത്തേത്, ഒരു ലോഫുൾ ബിസിനസ് ആരംഭിക്കാനായിരിക്കണം പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കേണ്ടത്. 4മത്തേത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. പാർട്ണർഷിപ്പ് ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം എഗ്രീഡ് റേഷ്യോ അനുസരിച്ച്, നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന പ്രൊപ്പോർഷൻ അനുസരിച്ച് വീതിച്ചെടുത്തിരിക്കണം എല്ലാ പാർട്ട്നേഴ്സും. മ്യൂച്വൽ ഏജൻസി പറയുന്നത് അവർക്ക് എല്ലാവർക്കും ബിസിനസിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അവരിൽ ആരെങ്കിലും ബിസിനസ് നടത്തിക്കൊണ്ടുപോകും. ആ നടത്തുന്ന വ്യക്തികളുടെ പ്രവർത്തനങ്ങളുടെ ഫലം ആരനുഭവിക്കേണ്ടതായി വരും? മറ്റ് പാർട്ട്നേഴ്സും ബാധ്യസ്ഥരായി മാറുന്നതിന് പറഞ്ഞവരാണ് മ്യൂച്വൽ ഏജൻസി. ദെൻ 6മത്തേത് അൺലിമിറ്റഡ് ലയബിലിറ്റി. എല്ലാ പാർട്ട്നേഴ്സിന്റെയും ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ബിസിനസിന്റെ കടം തീർക്കാൻ അവർക്ക് ബിസിനസ് അസറ്റ്സ് തികയാതെ വരികയാണെങ്കിൽ അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വിറ്റിട്ടാണെങ്കിലും ബിസിനസ് അസറ്റ് തീർത്തിരിക്കണം. ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട. പാർട്ട്നേഴ്സ് എന്താണ്, പാർട്ണർഷിപ്പ് എന്താണ് ഓർമ്മിക്കേണ്ടത്. ഒരുമിച്ച് വരുന്ന പാർട്ട്നേഴ്സിനെ പറഞ്ഞ പേര് ഫോം എന്നും അവരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറഞ്ഞ പേര് പാർട്ട്നേഴ്സ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് നമ്മൾ പറഞ്ഞു, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് വരുന്നത് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ്. 2ഓ അതിലധികമോ പേര് ചേർന്ന് തയ്യാറാക്കുന്ന ഒരു എഗ്രിമെന്റിന്റെ ഫലമായിട്ടാണ് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് നിലവിൽ വരുന്നത്. അപ്പൊ ആ എഗ്രിമെന്റ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? ഓറൽ ഓർ റിട്ടൺ. റിട്ടൺ ആയിട്ട് എഴുതി തയ്യാറാക്കുന്ന പാർട്ണർഷിപ്പ് എഗ്രിമെന്റിന്റെ പദപേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. നമുക്കിനി ഇത് പഠിക്കണം. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ്, അതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണ് ഈ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുത്തേണ്ടത്.
പാർട്ണർഷിപ്പ് ഡീഡ് ഞാൻ പറഞ്ഞു, റിട്ടേൺ എഗ്രിമെന്റ്, എഴുതി തയ്യാറാക്കിയ പാർട്ണർഷിപ്പ് കരാറിന് പറഞ്ഞ പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഈ ഇതിന് നമുക്ക് വേറൊരു പേരിൽ പറയുന്നുണ്ട്, പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് ഡീഡിന്റെ വേറൊരു പേര് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്, പാർട്ണർഷിപ്പിന്റെ പ്രമാണം എന്ന് നമുക്ക് പറയാം. എന്തൊക്കെ ഇതിൽ ഉൾക്കൊണ്ടിരിക്കണം? പ്രധാനമായിട്ടും ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ പാർട്ട്നേഴ്സിന്റെയും റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ആ സ്ഥാപനത്തിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ വിഷയങ്ങളും എവിടെ ഉൾക്കൊള്ളിച്ചിരിക്കണം? പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. നമുക്ക് നോക്കാം, വാട്ട് ആർ ദ കണ്ടന്റ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പാർട്ണർഷിപ്പ് ഡീഡ്. എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം? കണ്ടന്റ്സ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊള്ളിക്കേണ്ടത്? ഒന്നാമത്തേത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഫേം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഫേം, ആ സ്ഥാപനത്തിന്റെ, നമ്മൾ ആരംഭിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിന്റെ പേരെന്താണ്, ആ സ്ഥാപനത്തിന്റെ മേൽവിലാസം എന്താണ്, നമ്മൾ ആദ്യം തന്നെ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊള്ളിക്കണം. രണ്ടാമത്തേത് നെയിംസ് ആൻഡ് അഡ്രസ്സസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. ബിസിനസ് ആരംഭിക്കാൻ ജോയിൻ ചെയ്യുന്ന എല്ലാ പങ്കാളികളുടെയും പേര്, അവരുടെ മേൽവിലാസം കൃത്യമായി ഈ പാർട്ണർഷിപ്പ് ഡീഡിൽ രേഖപ്പെടുത്തിയിരിക്കണം. നോക്കാം നമുക്ക്. ഒന്നാമത് സ്ഥാപനത്തിന്റെ പേര്, അഡ്രസ്. രണ്ടാമത്തേത് ബിസിനസ് ആരംഭിക്കാൻ വരുന്ന പങ്കാളികളുടെ പേരും അഡ്രസ്സും നമുക്ക് അതിൽ കൃത്യമായിട്ട് ഉണ്ടാകണം. മൂന്നാമത്തത് നേച്ചർ ഓഫ് ബിസിനസ്. ഏത് തരം ബിസിനസ് ആണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്? അത് ട്രേഡിംഗ് ബിസിനസ് ആണോ, അതല്ല മാനുഫാക്ചറിംഗ് ബിസിനസ് ആണോ, അതല്ല സർവീസ് മേഖലയാണോ? നമുക്ക് ലാഭം ലഭിക്കുന്ന ഏതുതരം ബിസിനസ് ആണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്? എക്സാമ്പിൾ മെഡിക്കൽ ഷോപ്പ് ആകാം, അതല്ല ഗ്രോസറി ഷോപ്പ് ആകാം. ഏത് ബിസിനസ് സ്ഥാപനമാണ് നമ്മൾ പാർട്ണർഷിപ്പിലൂടെ ആരംഭിക്കാൻ പോകുന്നത്? കൃത്യമായിട്ട് ആ ബിസിനസ് സ്ഥാപനത്തിന്റെ സ്വഭാവം എന്താണെന്ന് ഈ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. നാലാമത്തേത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സും കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ഓരോരുത്തരും മുതൽ മുടക്കിയ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ എത്രയാണ്, അത് കൃത്യമായിട്ട് നമ്മുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. അഞ്ചാമത്തേത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലോൺ, ഡ്രോയിങ്സ് എക്സെട്ര. എന്താണ് അടുത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്? ബിസിനസ് സ്ഥാപനം ആരംഭിക്കാൻ വരുമ്പോൾ പാർട്ട്നേഴ്സ് മുതൽ മുടക്കിയ മൂലധനത്തിന് എത്ര ശതമാനം പലിശ കൊടുക്കണം, അഥവാ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്യാപിറ്റൽ കൂടാതെ വീണ്ടും പണം കടമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ലോണായിട്ട് പണം പാർട്ണർഷിപ്പിലേക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് എത്ര ശതമാനം പലിശ കൊടുക്കണം? ബിസിനസ്സിൽ നിന്ന് പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റലിൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പാർട്ട്നേഴ്സ് പണം പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് എത്ര ശതമാനം പലിശ ഈടാക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് എവിടെ ഉണ്ടായിരിക്കണം? പാർട്ണർഷിപ്പ് ബിസിനസിന്റെ ഡീഡിൽ ഉണ്ടായിരിക്കണം. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, മൂലധനത്തിന്റെ പലിശ നിരക്ക്, ക്യാപിറ്റൽ കൂടാതെ ഓരോ പാർട്ട്നേഴ്സും കൊണ്ടുവരുന്ന ലോണിന്റെ പലിശ നിരക്ക്, ദെൻ ഡ്രോയിങ്സ്, അവർ പിൻവലിക്കുന്ന തുകയ്ക്ക് എത്ര രൂപ പലിശ ഈടാക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കണം. ദെൻ ആറാമത്തത് ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ്, ഇഫ് എനി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പ്രത്യേക കാലയളവിന് വേണ്ടിയാണ് നമ്മൾ ബിസിനസ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, ആ പർപ്പസ് എന്താണ്, അതെല്ലാം ആ ആരംഭിക്കുന്ന കാലയളവ് എത്ര നാളിലേക്ക്, ഒരു 3 ഇയേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ 5 ഇയേഴ്സ് ആണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ പർപ്പസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ പീരീഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഫേം, 2 നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, 3 നേച്ചർ ഓഫ് ബിസിനസ്, 4 ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, 5 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലോൺ, ഡ്രോയിങ്സ് എക്സെട്ര, 6 ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഇഫ് എനി, അങ്ങനെ എന്തെങ്കിലും ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം.
ദെൻ ഏഴാമത്തേത് സാലറി ഓർ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാപനത്തിലെ എല്ലാ ബിസിനസ് പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന പാർട്ട്നേഴ്സിന് ശമ്പളമോ മറ്റു വേതനമോ നൽകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്തിലുണ്ടായിരിക്കണം, എവിടെ ഉണ്ടായിരിക്കണം? ബിസിനസ് സ്ഥാപനത്തിന്റെ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കണം. സാലറി ഓർ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആക്റ്റീവ് പാർട്ട്നേഴ്സ്, ചിലപ്പോൾ ബിസിനസ് സ്ഥാപനത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് കൂടാതെ, അവർക്ക് നൽകുന്ന പ്രോഫിറ്റ് കൂടാതെ തന്നെ ബിസിനസ് നൽകുന്ന സാലറി ഓർ റെമ്യൂണറേഷൻ ഉണ്ടെങ്കിൽ അത് എത്രയാണെന്ന് കൃത്യമായി കാണിച്ചിരിക്കണം. എട്ടാമത്തേത് റേഷ്യോ ഓഫ് ഷെയറിംഗ് പ്രോഫിറ്റ് ഓർ ലോസ്. ഏത് രീതിയിലാണ് സ്ഥാപനത്തിലുണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം പങ്കുവെക്കേണ്ടത്? അപ്പൊ ഓരോ പാർട്ട്നേഴ്സും കൊണ്ടുവരുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം, ഓരോ പാർട്ട്നേഴ്സും കൊണ്ടുവരുന്ന ക്യാപിറ്റലിനനുസരിച്ചാണോ നമ്മൾ ലാഭം അല്ലെങ്കിൽ നഷ്ടം വീതം വെക്കേണ്ടത്? അതല്ല എല്ലാവരും ഈക്വൽ ആയിട്ടാണോ ഷെയർ ചെയ്യുന്നത്? എന്ത് തന്നെ ആയിരുന്നാലും ഏത് രീതിയിലാണ് ഭാവിയിൽ ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം വീതം വെക്കേണ്ടതുള്ള കാര്യം കൃത്യമായി പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, റേഷ്യോ ഓഫ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. ദെൻ 9th one, റൈറ്റ്സ്, duties and responsibilities of partners. എന്താണ് ആ പാർട്ട്നേഴ്സിന്റെ, ബിസിനസ് ആരംഭിക്കുന്ന പാർട്ട്നേഴ്സിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ചുമതലകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഓരോ പാർട്ട്നേഴ്സിന്റെയും റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി എവിടെ ഉണ്ടായിരിക്കണം? പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. ദെൻ എമൗണ്ട് ക്യാൻ ബി വിഡ്രോൺ ബൈ പാർട്ട്നേഴ്സ്. ക്യാപിറ്റൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ക്യാപിറ്റലിൽ നിന്ന് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എത്ര രൂപ വരെ പിൻവലിക്കാനായിട്ട് സാധിക്കും? അത് കൃത്യമായിട്ട് എവിടെ ഉണ്ടായിരിക്കണം? പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കണം. Then next one, operations of bank account. എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിക്കേണ്ടത്? ജോയിന്റ് അക്കൗണ്ട് ആണ്. അത് ആരുടെയൊക്കെ പേരിൽ? നമ്മുടെ ബിസിനസ്സിലെ പാർട്ട്നേഴ്സ് തന്നെയാണ്, എല്ലാവരുടെ പേരിലല്ല. അതിൽ ഏതൊക്കെ വ്യക്തികളുടെ പേരിലാണ് ബാങ്ക് അക്കൗണ്ട് തുറക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി ഓപ്പറേഷൻസ് ഓഫ് ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിന്റെ ക്രമീകരണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ടും ഇവയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊള്ളിക്കേണ്ട മാറ്റേഴ്സ്. എന്തൊക്കെയാണ് നോക്കിയോളൂ, കണ്ടന്റ്സ് നോക്കിയോളൂ. ഒന്നാമത്തേത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഫേം, സ്ഥാപനത്തിന്റെ പേര്, മേൽവിലാസം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, സ്ഥാപനം ആരംഭിക്കാൻ വന്ന എല്ലാ പാർട്ട്നേഴ്സിന്റെയും പേരും മേൽവിലാസവും. ദെൻ ബിസിനസ്, ഏതുതരം ബിസിനസ് ആണ് ആരംഭിക്കാൻ പോകുന്നത്. ദെൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ഈച്ച് പാർട്ട്ണർ, ഓരോ പാർട്ട്നേഴ്സും കൊണ്ടുവരുന്ന മൂലധനത്തിന്റെ അളവ് എത്രയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓരോ പാർട്ട്നേഴ്സിനും അവിടെ ക്യാപിറ്റലിന് കൊടുക്കേണ്ട പലിശ, അവര് അധികമായി തരുന്ന കടത്തിന് കൊടുക്കേണ്ട പലിശ, അവര് സ്ഥാപനത്തിൽ നിന്ന് പിൻവലിച്ച തുകയ്ക്ക് നമ്മൾ ഈടാക്കേണ്ട പലിശ എത്രയാണെന്ന് ഉണ്ടായിരിക്കണം. ദെൻ ആറാമത്തേത് ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേക കാലാവധി ഉണ്ടെങ്കിൽ അത് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ഓരോ പാർട്ട്നേഴ്സിനും ലാഭം കൂടാതെ നൽകുന്ന സാലറി ഓർ റെമ്യൂണറേഷൻ എത്രയാണ്. ദെൻ റേഷ്യോ ഓഫ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഭാവിയിൽ ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം ഏത് റേഷ്യോ അനുസരിച്ചാണ് വീതം വെക്കേണ്ടത്. ദെൻ ഓരോ പാർട്ട്നേഴ്സിന്റെയും റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. എമൗണ്ട് ദാറ്റ് ക്യാൻ ബി വിഡ്രോൺ ബൈ ഓൾ പാർട്ട്നേഴ്സ്, ഓരോ പാർട്ട്നേഴ്സിനും വിഡ്രോൺ ചെയ്യാൻ സാധിക്കുന്ന തുകയുടെ അളവ് എത്രയാണ്. ദെൻ ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്, ഇത് പ്രധാനം. ഇതുപോലെ കുറെ ഒരു ബിസിനസ്, ആ പാർട്ണർഷിപ്പ് ബിസിനസ് സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം? പാർട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്? റിട്ടൺ എഗ്രിമെന്റ് ഓഫ് എ പാർട്ണർഷിപ്പ്. അത് അതിന് വേറൊരു പേര് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും ആ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് നമുക്ക് ഓറലായി തയ്യാറാക്കാം, വാക്കാൽ പറഞ്ഞുറപ്പിക്കാം, അതല്ല എഴുതി തയ്യാറാക്കാം. ആ ബിസിനസ് സ്ഥാപനത്തില് പാർട്ണർഷിപ്പ് ഡീഡ് എഴുതി തയ്യാറാക്കാതിരുന്നാലോ, അതല്ല എങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കിയിട്ടുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾക്ക് വ്യക്തതയില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ കുറിച്ച് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്? എന്താണ് നമുക്ക് പഠിക്കേണ്ടത്? പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിലോ
അഥവാ ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് പാർട്ണർഷിപ്പ് ഡീഡ് ഉൾക്കൊള്ളിച്ചിട്ടില്ല എങ്കിലും ആ കാര്യം വരുമ്പോൾ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? നമ്മൾ ആദ്യമേ പറഞ്ഞു, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്, ഒരു രാജ്യത്തെ പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തപ്പെടുന്നത് ആ രാജ്യത്തെ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ്. ഇന്ത്യയിലെ പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഓരോ പാർട്ണർഷിപ്പ് ബിസിനസിന്റെ നടത്തിപ്പിനെ കുറിച്ചും, അവ എങ്ങനെ ആരംഭിക്കണം, അതിന്റെ നൂലാമാലകൾ എന്തൊക്കെയാണ്, അതിന്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, ദെൻ അവയുടെ നടത്തിപ്പ് എങ്ങനെയായിരിക്കണം, അവയുടെ എല്ലാ കാര്യങ്ങളും, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും പാർട്ണർഷിപ്പ് ആക്ടിലുണ്ട്. നമ്മുടെ കൈവശം നമുക്ക് കൃത്യമായി എഴുതി തയ്യാറാക്കിയ ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഇല്ല എങ്കിൽ, പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ നമുക്ക് എവിടെ നോക്കാം? പാർട്ണർഷിപ്പ് ആക്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? ഏതെങ്കിലും മാറ്റേഴ്സ് നമുക്ക് സൈലന്റ് ആണെങ്കിൽ അവിടെ നമുക്ക് പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അതാണ് ഇനി പഠിക്കേണ്ടത്. റൂൾസ് ആപ്ലിക്കബിൾ in the case of rules applicable in the absence of partnership deed. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ചില കാര്യങ്ങൾക്ക് വ്യക്തത ഇല്ല എങ്കിൽ നമ്മൾ എന്ത് പരിശോധിക്കണം? ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്? റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. ഒന്നാമത്തെ നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞത് നമ്മുടെ കണക്കുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ പാർട്ണർഷിപ്പ് ഡീഡില് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടില്ല എങ്കിൽ, ഒന്നാമത്തെ റൂൾ എന്താണ്? ബിസിനസ് സ്ഥാപനത്തില് പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ചെയ്യേണ്ട റേഷ്യോ നമുക്ക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് തന്നിട്ടില്ല എങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് എങ്ങനെ ആയിരിക്കണം? പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് ഷെയറിംഗിനെ കുറിച്ച് മെൻഷൻ ചെയ്തില്ല എങ്കിൽ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പറയുന്നത് the profits or loss of the firm should be shared by all partners equally. എങ്ങനെയായിരിക്കണം? ആ ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം എല്ലാ പാർട്ട്നേഴ്സും തുല്യമായി വീതിച്ചെടുക്കണം. നേരത്തെ തയ്യാറാക്കിയ എഗ്രിമെന്റ് റേഷ്യോ ഇല്ല എങ്കിൽ, നമുക്ക് പാർട്ണർഷിപ്പ് ഡീഡിൽ എങ്ങനെയാണ് വീതം വയ്ക്കേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല എങ്കിൽ പാർട്ണർഷിപ്പ് ആക്ട്, നമ്മുടെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പറയുന്നത് എന്താണ്? ഈക്വൽ ആയിട്ട് എല്ലാ പാർട്ട്നേഴ്സും ഈക്വൽ ആയിട്ട് ലാഭം അല്ലെങ്കിൽ നഷ്ടം വീതം വെച്ച് എടുക്കണം. ഓക്കെ, ഒന്നാമത്തേത് പ്രോഫിറ്റ് ഷെയറിംഗ് എപ്പോഴാണ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം എല്ലാ പാർട്ട്നേഴ്സും ഈക്വൽ ആയി ഷെയർ ചെയ്യുക. രണ്ടാമത്തേത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ്? പാർട്ണർഷിപ്പ് ഡീഡില് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണോ വേണ്ടയോ? നമുക്ക് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എവിടെ നോക്കണം? പാർട്ണർഷിപ്പ് ആക്ട് ചെക്ക് ചെയ്യുക. പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞ റൂൾ പ്രകാരം ഒരു പാർട്ട്നേഴ്സിനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യം ഇല്ല. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് പ്രൊവൈഡഡ് ടു പാർട്ട്നേഴ്സ്. എന്തിനാണ്? അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിന് പലിശ കൊടുക്കേണ്ട കാര്യമില്ല. അഥവാ കൊടുക്കണമെങ്കിൽ അത് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റ് ഉണ്ട്. പാർട്ട്നേഴ്സിന് പലിശ കൊടുക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ട്നേഴ്സിന് പലിശ കൊടുക്കാവൂ. അത് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരുന്നാലും നമ്മുടെ പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിരുന്നാലും അത് എത്ര ശതമാനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ആ വർഷത്തെ ലാഭത്തിൽ നിന്നെടുത്ത് മാത്രമേ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാവൂ. ഏതെങ്കിലും വർഷം ബിസിനസ് സ്ഥാപനത്തിൽ നഷ്ടമാണെങ്കിൽ, നമുക്ക് ലോസ് ആണ് വരുന്നതെങ്കിൽ ആ വർഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ നമുക്ക് നോക്കേണ്ടത് നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എങ്ങനെയാണ്? പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിൽ, റേഷ്യോ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ നമുക്ക് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യം ഇല്ല. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അഥവാ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് മാത്രമേ എടുത്തു കൊടുക്കാവൂ? ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ലാഭത്തിൽ നിന്ന് മാത്രമേ എടുത്ത് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാവൂ. ദെൻ മൂന്നാമത്തേത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ച് പറയുന്നത്? ഡ്രോയിങ്സ് നമുക്കറിയാം, ഓരോ പാർട്ട്നേഴ്സും അവർ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് അവരുടെ ആവശ്യത്തിന് വേണ്ടി പിൻവലിച്ച തുകയാണ് ഡ്രോയിങ്സ്. അപ്പോ നമ്മുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ കൃത്യമായ റേറ്റ് പറയുന്നുണ്ടെങ്കിൽ
എത്ര ശതമാനം വെച്ച് നമുക്ക് പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈടാക്കണമെന്ന്, ഡ്രോയിങ്സിന്റെ പലിശ ഈടാക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഈടാക്കാം. പക്ഷെ നമുക്ക് പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഏത് അപ്ലൈ ചെയ്യണം? പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റൂള് അപ്ലൈ ചെയ്യണം. പാർട്ണർഷിപ്പ് ആക്ടിൽ പറയുന്നത് നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു ബി ചാർജ്. എന്ത് ചെയ്യാൻ പാടില്ല? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യാൻ പാടില്ല. നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പാർട്ണർഷിപ്പ് ഡീലിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ഈടാക്കാൻ പാടില്ല? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈടാക്കാൻ പാടില്ല. നാലാമത്തേത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ? ഓരോ പാർട്ട്നേഴ്സും ബിസിനസ് ആരംഭിക്കാനായിട്ട് ആദ്യമേ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്, ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് അവര് വീണ്ടും കടമായി നൽകുന്നുണ്ടെങ്കിൽ, അതിനെ പറഞ്ഞ പേര് അഡ്വാൻസ് ആയി നൽകുന്നുണ്ടെങ്കിൽ അതാണ് ലോൺ. അത് നമുക്ക് പാർട്ണർഷിപ്പ് ഡീഡിൽ കൃത്യമായി പറഞ്ഞിരിക്കണം എത്ര ശതമാനം പലിശയാണ് കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, പാർട്ണർഷിപ്പ് ഡീഡിൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് ലോണിന് കൊടുക്കണമെന്ന് പാർട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിരിക്കണം. അഥവാ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഏത് അപ്ലൈ ചെയ്യണം? പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് മിനിമം 6% ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. ഒരു പാർട്ട്ണർ ക്യാപിറ്റൽ കൂടാതെ ബിസിനസ്സിൽ മുടക്കിയ പണത്തിന്, ക്യാപിറ്റൽ അല്ലാതെ വീണ്ടും പണം കടമായി നൽകിയിട്ടുണ്ടെങ്കിൽ ആ പണത്തിന് 6% പലിശ കൊടുത്തിരിക്കണം. ആ സ്ഥാപനത്തിന് ലാഭം ഉണ്ടായാലും നഷ്ടമുണ്ടായാലും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു ലാഭത്തിൽ നിന്ന് മാത്രമേ പലിശ കൊടുക്കാവൂ. പക്ഷെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അങ്ങനെയല്ല. സ്ഥാപനത്തിൽ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ആ സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സ് ലോൺ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര ശതമാനം കൊടുക്കണം? 6% ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റേറ്റ് കൊടുക്കാം. അഥവാ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിലാണ് പാർട്ണർഷിപ്പ് ആക്ട് പറയുന്നത് എത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന്. 6% പലിശ കൊടുത്തിരിക്കണം. ദെൻ അഞ്ചാമത്തെ റൂൾ പറയുന്നത് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സ് നൽകുന്ന പ്രതിഫലം അല്ലെങ്കിൽ വേതനം. നമ്മൾ പറഞ്ഞു എല്ലാ പാർട്ട്നേഴ്സിനും ബിസിനസിന്റെ പ്രവർത്തനങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അവര് അവരുടെ കൂടെയുള്ള 2-3 പാർട്ട്നേഴ്സിനെ ഏൽപ്പിക്കുന്നു ബിസിനസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ പാർട്ട്നേഴ്സിന് യഥാർത്ഥ ആക്റ്റീവ് പാർട്ട്നേഴ്സ്. ആക്റ്റീവ് പാർട്ട്നേഴ്സിന് ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലാതെ തന്നെ ബിസിനസ്സിലുണ്ടാകുന്ന ലാഭം കൂടാതെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് എന്ത് നൽകിയിരിക്കണം? റെമ്യൂണറേഷൻ നൽകിയിരിക്കണം. സാലറിയായോ കമ്മീഷനായോ അവർക്ക് കൊടുക്കണം. അത് എത്ര വീതമായിരിക്കണം? അവർക്ക് നൽകേണ്ട സാലറി എത്രയാണ് അല്ലെങ്കിൽ കമ്മീഷൻ എത്രയാണെന്ന് കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ടാവണം. പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവണം. അഥവാ അങ്ങനെ പാർട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ, കൃത്യമായി എത്ര രൂപ വീതം പാർട്ട്നേഴ്സിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റൂൾ അപ്ലൈ ചെയ്യണം. പാർട്ണർഷിപ്പ് ആക്ട് ഇത്രയും പറയുന്നുള്ളൂ. അങ്ങനെ പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ച് റെമ്യൂണറേഷന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നോ റെമ്യൂണറേഷൻ. അവർക്ക് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല? റെമ്യൂണറേഷൻ, സാലറിയോ കമ്മീഷനോ കൊടുക്കേണ്ട കാര്യം ഇല്ല. ഇത് 5 പ്രധാനമായിട്ട് നമ്മുടെ അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ നമ്മൾ നോക്കേണ്ട റൂൾസ് ഏതൊക്കെയാണ്. ഒന്നുകൂടെ നമുക്ക് പറയാം. ഒന്നാമത്തേത് പ്രോഫിറ്റ് ഷെയറിംഗ്. പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഈക്വലി ആയിരിക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ പാർട്ട്നേഴ്സ്. അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടു നോക്കാം. ചിലര് കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരും, ചിലർ കുറച്ച് ക്യാപിറ്റൽ കൊണ്ടുവരും. അത് പരിഗണിക്കാതെ അവർക്ക് എല്ലാവർക്കും തുല്യമായി ഈക്വലായിട്ട് ഷെയർ ചെയ്യണമെന്നാണ് പറയുന്നത് പാർട്ണർഷിപ്പ് ആക്ട് പറയുന്നത്. രണ്ടാമത്തേത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യം ഇല്ല. മൂന്നാമത്തേത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അത് ഈടാക്കരുത്. മൂന്നാമത്തേത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അധികമായി നൽകുന്ന തുകയ്ക്ക് 6% പലിശ കൊടുക്കണം. ദെൻ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്, നോ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. പിന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചത് എന്താണ് പാർട്ണർഷിപ്പ്. സിമ്പിളായി പറഞ്ഞാൽ 2-3 പേർ ചേർന്ന് നടത്തുന്ന ബിസിനസ് ആണ് പങ്കാളിത്ത ബിസിനസ്. അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അതെല്ലാം നമ്മൾ പറഞ്ഞു. പാർട്ണർഷിപ്പ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് 6 നമ്മൾ പറഞ്ഞു. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 2, മാക്സിമം ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 10 പേരും മറ്റ് ബിസിനസ് സ്ഥാപനമാണെങ്കിൽ 20 പേര് വേണം. കമ്പനീസ് ആക്ടിന്റെ പ്രകാരം നമുക്ക് 50 പേര് വരെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്ഥാപനം നടത്താൻ മതിയാകും. ദെൻ നമ്മൾ പറഞ്ഞത് ഒരു എഗ്രിമെന്റ്, പാർട്ണർഷിപ്പ് വന്നത് തന്നെ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more persons.
മൂന്നാമത്തേത് ഒരു ലോഫുൾ ബിസിനസ് നടത്താൻ വേണ്ടി ആയിരിക്കണം പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കേണ്ടത്. നാലാമത്തേത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ബിസിനസ് സ്ഥാപനത്തിലെ ലാഭവും നഷ്ടവും എന്താണ് അവരെല്ലാവരും റേഷ്യോ അനുസരിച്ച് വീതം വെച്ചുകൊള്ളാമെന്ന് എഗ്രി ചെയ്തിരിക്കണം. അഞ്ചാമത്തേത് മ്യൂച്വൽ ഏജൻസി. എങ്ങനെയാണ് മ്യൂച്വൽ ഏജൻസി? മറ്റുള്ളവരുടെ പ്രവർത്തനം കാരണം ഇവരും ബാധ്യസ്ഥരായി മാറുന്നുണ്ട്, അതാണ് മ്യൂച്വൽ ഏജൻസി പറഞ്ഞത്. ആറാമത്തേത് അൺലിമിറ്റഡ് ലയബിലിറ്റി. എല്ലാ പാർട്ട്നേഴ്സിന്റെ ബാധ്യത അൺലിമിറ്റഡ് ആണ്. ബിസിനസിന്റെ അസറ്റ് തികഞ്ഞില്ല എങ്കിൽ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ബിസിനസിന്റെ കടം തീർത്തിരിക്കണം. അതാണ് നമ്മൾ പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സിൽ പറഞ്ഞത്. ദെൻ നമ്മൾ പറഞ്ഞത് പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്? റിട്ടൺ എഗ്രിമെന്റ് ഓഫ് ദി പാർട്ണർഷിപ്പ്. അതിൽ വരുന്ന കണ്ടന്റ്സ് നമ്മൾ കുറെ പറഞ്ഞു. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഫേം, നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, നേച്ചർ ഓഫ് ബിസിനസ് എക്സെട്ര. അതെല്ലാം നമുക്ക് പാർട്ണർഷിപ്പിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്താണോ അവയെല്ലാം നമ്മൾ കണ്ടന്റ്സ് കൃത്യമായി പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കിയത് പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ, അതല്ല എങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂൾസ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് പ്രോഫിറ്റ് ഷെയറിംഗ് ഈക്വൽ ആയിരിക്കണം. എത്ര രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് നോക്കാതെ, കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും എല്ലാ പാർട്ട്നേഴ്സിനും എന്ത് ചെയ്തിരിക്കണം? ഈക്വൽ ആയിട്ട് മാത്രമേ പ്രോഫിറ്റ് ഷെയർ ചെയ്യാവൂ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടില്ല. മൂന്നാമത്തേത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈടാക്കാൻ പാടില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6% കൊടുക്കണം. റെമ്യൂണറേഷൻ കൊടുക്കാൻ പാടില്ല. എല്ലാവരും നന്നായി പഠിക്കുക, നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക, മനസ്സിലാക്കുക. താങ്ക് യു.